ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ജഗദീപ് ധൻഖറിനെ ഇംപീച്ച് ചെയ്യാൻ നീക്കമുണ്ടായിരുന്നുവെന്ന RSS സൈദ്ധാന്തികൻ S ഗുരുമൂർത്തി. ഇതോടെയാണ് ധൻഖർ രാജിവെച്ചതെന്നും ഗുരുമൂർത്തി വെളിപ്പെടുത്തുന്നു. തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ആദിൽ പാലോടാണ് ചേരുന്നത്. ആദിൽ, നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ജഗദീപ് ധൻഖറിനെ ഇംപീച്ച് ചെയ്യാൻ പോകുന്നുവെന്ന്. ഇപ്പോഴത്തെ RSS സൈദ്ധാന്തികൻ തന്നെ അക്കാര്യം വെളിപ്പെടുത്തുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? ജഗദീപ് ധൻഖറിന്റെ രാജി എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യത്തിന് ഇതുവരെ ഒരു സ്ഥിരീകരിച്ച ഉത്തരം ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് സൈദ്ധാന്തികൻ S ഗുരുമൂർത്തിയുടെ വെളിപ്പെടുത്തൽ വരുന്നത്. പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഇംപീച്ച് ചെയ്യും എന്ന നിർദ്ദേശം വന്നു. അങ്ങനെ ഒരു ആലോചന ഉണ്ടായി. അമിത്ഷായും മുതിർന്ന കേന്ദ്രമന്ത്രിമാരും കൂടിയാലോചിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം ധൻഖറിന് നൽകുകയും ചെയ്തു. അതോടുകൂടിയാണ് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കെ തന്നെ ജഗദീപ് ധൻഖർ അപ്രതീക്ഷിതമായി ഒരു രാത്രിയിൽ രാജിക്കത്ത് നൽകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാണ് കത്തിൽ രാഷ്ട്രപതിക്ക് നൽകിയ കത്തിൽ പറയുന്നതെങ്കിലും പക്ഷേ ആ വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സംശയം പ്രതിപക്ഷമാകെ പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ധൻഖറിനെ എവിടെയും കണ്ടതുമില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസം പുതിയ ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ വന്നപ്പോഴാണ് ഒരു ആശംസയുമായി വീണ്ടും ജഗദീപ് ധൻഖറിന്റെ പ്രതികരണം എത്തുന്നത്. ഏതായാലും ജഗദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ എന്താണ് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന, വിരൽ ചൂണ്ടുന്ന ഒരു പ്രസ്താവനയാണ് RSS സൈദ്ധാന്തികൻ S ഗുരുമൂർത്തിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പറയേണ്ടി വരും. യോജിച്ചു പോകാനാകാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി. ഇംപീച്ച് ചെയ്യുന്നതിന്റെ നടപടികളിലേക്ക് കടക്കാൻ ആലോചിച്ചു. ഇതോടുകൂടിയാണ് S ഗുരുമൂർത്തി പറയുന്നതനുസരിച്ച് ധൻഖറിന് രാജിയിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്കറിയാൻ കഴിയും, ഈ യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ മുൻ ജസ്റ്റിസ് ആയിരുന്ന യശ്വന്ത് വർമ്മയുടെ ഇംപീച്ചുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ്, പ്രതിപക്ഷം നൽകിയ നോട്ടീസ് പരിഗണിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. അത് ഭരണപക്ഷത്തിന് ഇഷ്ടപ്പെട്ടില്ല. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അടക്കം നീരസം അതിൽ പ്രകടിപ്പിക്കുന്നു. പിന്നീട് അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഇംപീച്ച്മെന്റിനുള്ള ആലോചനകൾ നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം ധൻഖറിലേക്ക് പോകുന്നു. അതിന് പിന്നാലെയാണ് രാജിവെച്ചത് എന്ന അഭ്യൂഹം ശക്തമായിരുന്നു. എന്നാലും അതിലേക്ക് തന്നെ, അത് തന്നെയാണ് കാരണം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ S ഗുരുമൂർത്തിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്.